നമസ്കാരം. ഓരോ സസ്യങ്ങൾക്കും പലവിധ പ്രത്യേകതകൾ ഉണ്ടാകുന്നതാണ്. ചില സസ്യങ്ങൾ ആ വീടിന് പോസിറ്റീവായ ഊർജം പ്രദാനം ചെയ്യുന്നതാണ്. അത്തരത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു സസ്യമാണ് കറ്റാർവാഴ. കറ്റാർവാഴയെക്കുറിച്ച് നിരവധിയാർന്ന വീഡിയോകൾ മുൻപേ ചെയ്തിട്ടുള്ളതാകുന്നു. എന്നാൽ കറ്റാർവാഴയുമായി ബന്ധപ്പെട്ട് മറ്റ് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. കറ്റാർവാഴ ഉള്ള വീടുകളിൽ തീർച്ചയായും ഇത്തരത്തിലൊരു വ്യക്തി ഉണ്ടായിരിക്കും എന്നതാണ് വാസ്തവം. കാരണം ഇത്രമേൽ ശുഭകരമായ സസ്യം ആ വീടുകളിൽ ധാരാളമായി അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വളരണം എങ്കിൽ ആ വീട്ടിലെ വ്യക്തി ഇപ്രകാരമായിരിക്കും. എവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കറ്റാർവാഴ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ആ വ്യക്തികൾക്ക് പ്രത്യേകമായി ഒരു വ്യക്തിയെ, അത് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയെ ശരിയായ രീതിയിൽ പരിചരിക്കുവാൻ സാധിക്കുന്നവരാണ്. അതിൽ പ്രത്യേകമായ വൈഭവം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. അതിനാൽ തന്നെ ആ കുടുംബത്തിലെ അംഗത്തിന്റെ അസുഖം പെട്ടെന്ന് മാറുകയോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പരിചരിച്ച് അവർക്ക് വിശ്വാസവും സ്നേഹവും നൽകുവാൻ ആ സമയം ഇവർക്ക് പ്രത്യേകമായി സാധിക്കുന്നവരാണ്. അത്തരം വ്യക്തികൾ തീർച്ചയായും ആ വീടുകളിൽ ഐശ്വര്യം വിതയ്ക്കുന്നവർ തന്നെയാണ്. ആ വീട്ടിൽ തീർച്ചയായും കറ്റാർവാഴ ധാരാളമായി വളരുന്നു എന്നതാണ് വാസ്തവം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ശരിയായ രീതിയിലുള്ള ചിന്തകളാണ്. അല്ലെങ്കിൽ പോസിറ്റീവായ ചിന്തകൾ ഒരു വ്യക്തിയിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും ഊർജ്ജസ്വലതയോടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാൻ സാധിക്കുകയും ചെയ്യും. അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. ഞാൻ ഈ പരാമർശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയിൽ ഉണ്ടായിരിക്കും എന്നതാണ് വാസ്തവം. ഇവർക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യവും ഉണ്ടായിരിക്കും. പോസിറ്റീവായി ചിന്തിക്കുവാൻ ഇവർക്ക് സാധിക്കും. അത്തരത്തിലുള്ള വീടുകളിൽ, അത്തരത്തിലുള്ള വ്യക്തികൾ താമസിക്കുന്നതായ വീടുകളിൽ ധാരാളമായി കറ്റാർവാഴ വളരും എന്നതാണ് വാസ്തവം. നിങ്ങൾ നട്ടു വളർത്തുവാൻ ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ കറ്റാർവാഴ പിടിക്കുന്നതാണ്. അതും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. ഒരു വ്യക്തിക്ക് എപ്പോഴും മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുവാൻ സാധിച്ചു എന്ന് വരുന്നതല്ല. പലരും അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉള്ളവരാണ്. എന്നാൽ ഈ വ്യക്തികൾ നേരെ തിരിച്ചറിയും. ഇവർക്ക് മറ്റുള്ളവരുടെ വിഷമതകൾ മനസ്സിലാക്കുവാനും മറ്റുള്ളവരോടൊപ്പം ആ സമയങ്ങളിൽ നിലകൊള്ളുവാനും അവർക്ക് പിന്തുണ നൽകുവാനും ആവശ്യമായ സഹായങ്ങൾ എന്താണോ ആ സഹായങ്ങൾ നൽകുവാൻ സാധിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ. അതിനാൽ മറ്റുള്ളവർക്കും ഇവരോട് വളരെയധികം താല്പര്യമായിരിക്കും ഉണ്ടാവുക. മറ്റുള്ളവരുടെ വിഷമതകൾ അത് മനസ്സിൽ സൂക്ഷിക്കുന്നതായ വിഷമതകളാണ് എങ്കിൽ പോലും അത് മനസ്സിലാക്കുവാൻ പ്രത്യേകമായ കഴിവ്, വൈഭവം പ്രകടിപ്പിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ. മറ്റുള്ളവരുടെ വിഷമതകൾ കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നത് ഇവരുടെ മനസ്സിന്റെ പ്രത്യേകതയാണ്. കാരണം അവർക്ക് ആവശ്യമുള്ള പിന്തുണ നൽകുവാൻ ഇവർക്ക് സാധിക്കും. എവിടെയും സന്തോഷം നിറയ്ക്കുവാൻ ഇവർക്ക് സാധിക്കും. തീർച്ചയായും മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷം അല്ലെങ്കിൽ ഇവരുടെ സാന്നിധ്യം പോലും മറ്റുള്ളവർ ആഗ്രഹിക്കുന്നതാണ്. അത്തരത്തിൽ പെരുമാറുവാൻ സാധിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ. എന്നാൽ മനസ്സിലാക്കേണ്ടത കാര്യം, ഇവരുടെ മനസ്സിൽ പലവിധ വിഷമങ്ങൾ ഉണ്ടാകും. ആ കാര്യങ്ങൾ പലതും പുറമേ പറയണം എന്നില്ല. എന്നാൽ പുറമേ ചിരിച്ചു കളിച്ച് നടക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ. എന്നാൽ മനസ്സിൽ വളരെയധികം വിഷമങ്ങൾ കൊണ്ട് നടക്കുന്നവരും, എന്നാൽ മറ്റുള്ളവരാൽ അറിയപ്പെടാതെ ആ വിഷമങ്ങൾ മനസ്സിൽ തന്നെ ഒതുക്കുന്ന വ്യക്തികളുമായിരിക്കും ഇവർ. അത് മറ്റുള്ളവർ ഒരിക്കലും അറിയണം എന്നില്ല. അത്തരം വ്യക്തികളുടെ വീടുകളിൽ കറ്റാർവാഴ ധാരാളമായി പിടിക്കുന്നതാണ്. ഒരു ആവശ്യം വരുമ്പോൾ അവർ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് ആ കാര്യം നടന്നു എന്ന് വരാം. അല്ലെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങൾ ഇവർ പ്രതീക്ഷിക്കുകയും ആ കാര്യങ്ങൾ നടക്കുന്നതായ സാഹചര്യങ്ങൾ
അപ്രതീക്ഷിതമായി നടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഇതെപ്പോഴും സംഭവിക്കും എന്ന് പരാമർശിക്കുന്നില്ല. എന്നാൽ ഇടയ്ക്കെങ്കിലും ഇപ്രകാരമുള്ള അനുകൂലമായ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് എപ്പോഴും ഇവരെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ മറ്റൊരു സൂചന, എപ്പോഴും മുഖത്ത് ഒരു പുഞ്ചിരി, പ്രസന്ന ഭാവം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. മനസ്സിൽ വിഷമങ്ങളുണ്ട് എങ്കിൽ പോലും അത് മുഖത്ത് പ്രകടമാകാത്തതായ സാഹചര്യം ഇവർ എപ്പോഴും കാത്ത് സൂക്ഷിക്കുന്നവരാണ്. മറ്റുള്ളവർക്ക് പോലും ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. കാരണം എപ്പോഴും പ്രസന്നമായ ഭാവം, പുഞ്ചിരി ഇവരുടെ മുഖത്ത് ഉണ്ടായിരിക്കുന്നതാണ്. കഠിനാധ്വാനികളായ വ്യക്തികളാണ് ഇവർ. ഏത് കാര്യവും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ പ്രവർത്തിക്കാൻ യാതൊരുവിധ മടിയുമില്ലാത്ത വ്യക്തികളാണ്. എന്നാൽ ചില അവസരങ്ങളിൽ ഫലം ഇവർക്ക് പ്രതികൂലമായി തീർന്നാൽ പോലും തളരാതെ മുന്നോട്ട് പോവുകയും മറ്റ് കാര്യങ്ങൾക്കായാണ് എങ്കിലും കഠിനാധ്വാനം ചെയ്യുകയും അതിൽ വിജയങ്ങൾ നേടണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. കൂടുതലായും വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങളിൽ ഈശ്വരാധീനം അനുഭവപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും അത്തരത്തിൽ നിങ്ങൾ പറയുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഈശ്വരാധീനത്താൽ മാത്രമാണ് ഇപ്രകാരം സംഭവിച്ചത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിക്കുന്ന വ്യക്തികളാണ് ഇവർ. ഈശ്വരാനുഗ്രഹം തൊട്ടറിയുവാൻ സാധിക്കും. പല അവസരങ്ങളിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകും. ഇനിയും അത് തുടരും എന്നതാണ് വാസ്തവം. ഇത്തരം വ്യക്തികളുടെ വീടുകളിൽ ധാരാളമായി കറ്റാർ വാഴ വളർന്ന് വരുന്നതാണ്. പെട്ടെന്ന് തന്നെ പിടിക്കും എന്നതാണ് വാസ്തവം. പലപ്പോഴും ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നതായ ഒരു കാര്യം ഭാഗ്യം അനുകൂലമാകാത്തതാണ്. പലപ്പോഴും ഭാഗ്യം പ്രതികൂലമാകുന്ന സാഹചര്യങ്ങൾ പലർക്കുമുണ്ട്. പലരും അതിൽ വളരെയധികം വിഷമിക്കുന്നവരുമാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭാഗ്യം പലപ്പോഴും അനുകൂലമായി തീരാം. ഭാഗ്യം പലപ്പോഴും ജീവിതത്തിൽ പലവിധ സൗഭാഗ്യങ്ങളും നൽകി എന്ന് വരാം. കഠിനാധ്വാനത്തെക്കാൾ പലപ്പോഴും ഭാഗ്യത്താൽ പല കാര്യങ്ങളും കൂടുതലായും ജീവിതത്തിൽ സംഭവിക്കുന്ന വ്യക്തികളായി തന്നെ ഇവരെ പരാമർശിക്കുവാൻ സാധിക്കും. അത്തരം കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നവരാകുന്നു. പലപ്പോഴും ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുകയാണ് എങ്കിൽ അതിൽ നിന്നും തിരിച്ച് കരകയറുവാൻ വളരെയധികം വിഷമങ്ങൾ സഹിക്കേണ്ടതായി വരാം. പലർക്കും അത് പെട്ടെന്ന് സാധിക്കില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ ഇവർക്ക് പെട്ടെന്ന് തരണം ചെയ്യുവാൻ സാധിക്കും. നഷ്ടപ്പെട്ടാൽ പോലും പല കാര്യങ്ങളും വീണ്ടെടുക്കുവാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം വച്ച് പുലർത്തുന്നവരാണ് ഇവർ. അധികം നേരം വിഷമിച്ചിരിക്കാത്തവർ എന്ന പ്രത്യേകതയും ഇവർക്കുണ്ട്. വിഷമങ്ങൾ കടന്നു വരാം, അതുമായി ബന്ധപ്പെട്ട് വിഷമം തോന്നുകയും ചെയ്യാം. എന്നാൽ അത് തന്നെ ചിന്തിച്ച് ഒരിക്കലും ഇരിക്കാത്ത വ്യക്തികളാണ് ഇവർ. ഇനി എന്ത് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് ഇത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ള പ്രവൃത്തികൾ, ഇനി ചെയ്യാനുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുന്ന വ്യക്തികൾ എന്ന് തന്നെ ഇവരെ കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. പലപ്പോഴും പലവിധ തിരിച്ചടികൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ സംഭവിക്കാം. വളരെയധികം വിശ്വാസ്യത പുലർത്തിയിരുന്ന വ്യക്തികൾ പോലും ഇവരെ ചതിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ അവർ മൂലം ചില വിഷമങ്ങൾ, അവഗണനകൾ നേരിടേണ്ടതായ സാഹചര്യം പോലും വന്നു ചേരാം. എന്നാൽ അതിൽ തളരാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ എന്ന പ്രത്യേകതയും ഇവർക്കുണ്ട്. ഇത്തരം സ്വഭാവ സവിശേഷതകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ കറ്റാർ വാഴ ധാരാളമായി വളരും എന്നതാണ് വാസ്തവം. ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികൾക്കാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായും സംഭവിക്കുക. അതിനാൽ തീർച്ചയായും ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് തന്നെ ഏവരും മുന്നോട്ട് പോവുക.